അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണ വൃത്തം സ്ത്രഗ്ധര എന്ന് പറയുന്ന വൃത്തമാണ്. ഇതിൽ 21 അക്ഷരങ്ങളാണ് ഓരോ പാദത്തിലും വരുന്നത്. ഗണങ്ങളോ ഓരോ പാദത്തിലും മഗണ, രഗണ, ഭഗണ, നഗണ, യഗണ, യഗണ, യഗണ ഇങ്ങനെ 21 അക്ഷരങ്ങളോട് കൂടിയ വൃത്തത്തെ സ്ത്രഗ്ധര എന്ന് പറയും. എങ്ങനെയാണ്? എല്ലാ പാദങ്ങളിലും മഗണം, പിന്നെ രഗണം, പിന്നെ ഭഗണം, അത് കഴിഞ്ഞിട്ട് നഗണം, പിന്നെ 3 യഗണങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രഗ്ധര എന്ന് പറയുന്ന വൃത്താണ്. ലക്ഷണം എന്താണ്? മ്രം നൈര്യാണ ത്രയേണ ത്രിമുനിയതിയുത സ്ത്രഗ്ധര കീർത്തിതേയം. മകാര, അതായത് മഗണ, രഗണ, ഭഗണ, നഗണ, പിന്നെ യഗണങ്ങൾ 3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രഗ്ധര എന്ന് പറയുന്ന വൃത്താണ്. അതുപോലെ തന്നെ ഇവിടെ യതി വരുന്ന എവിടെയാണ്? ത്രിമുനി യതിയുത. ത്രിമുനി, അതായത് ഓരോ 7 അക്ഷരം കഴിയുന്തോറും യതി വരും. അപ്പോൾ സ്ത്രഗ്ധര വൃത്തത്തിൽ 21 അക്ഷരങ്ങൾ, ഗണങ്ങൾ വരുന്നത് മഗണ, രഗണ, ഭഗണ, നഗണ, 3 യഗണങ്ങൾ. ഇങ്ങനെ 21 അക്ഷരത്തോടു കൂടിയ വൃത്തത്തെ സ്ത്രഗ്ധര എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ യതി വരുന്നത് ഓരോ 7 അക്ഷരങ്ങൾ കഴിയുന്തോറും യതി വരും. ഓക്കെ ആണല്ലോ? നമുക്കിതിലൊരു ശ്ലോകം നോക്കാം. യാ സൃഷ്ടി സൃഷ്ടുരാദ്യ വഹതി വിധിഹുതം യാ ഹവിർ യാച്ചഹോത്രി. ഇവിടെ യാ സൃഷ്ടി എന്നുള്ളത് ഒരു ഗണം, സൃഷ്ടുര എന്ന് പറയുമ്പോൾ വേറൊരു ഗണം, ദ്യാ വഹ അത് വേറൊരു ഗണം, തി വിധി ഒരു ഗണം, ഹുദം യ വേറൊരു ഗണം, ഹവിർ യ അത് ഒരു ഗണം, ചഹോത്രി എന്നുള്ളത് അടുത്ത ഗണം. യാ എന്നുള്ളത് ദീർഘാക്ഷരാണ്, അതുകൊണ്ടത് ഗുരുവായിരിക്കും. സൃ എന്നുള്ള അക്ഷരം ഹ്രസ്വമാണ്, പക്ഷെ തൊട്ടടുത്ത അക്ഷരം എന്ന് പറയുന്നത് കൂട്ടക്ഷരമായതുകൊണ്ട് ഇതും ഗുരുവായിരിക്കും. ഷ്ടിഹി എന്ന് പറയുമ്പോൾ അവിടെ വിസർഗം വരുന്നുണ്ട്, അപ്പം അതും ഗുരുവായിരിക്കും. പിന്നെയോ സ്ത്ര എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, പക്ഷെ തൊട്ടടുത്ത അക്ഷരം കൂട്ടക്ഷരമായതുകൊണ്ട് ഇതും ഗുരുവായിരിക്കും. ഇഷ്ടു എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, അതുകൊണ്ടത് ലഘുവായിരിക്കും. രാ എന്നുള്ളത് ദീർഘാക്ഷരമായതുകൊണ്ടത് ഗുരുവായിരിക്കും. പിന്നെയോ ദ്യാ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരമായതുകൊണ്ടത് ഗുരുവായിരിക്കും. വ അതിന് മുമ്പൊരു വായുണ്ട്, വ എന്നുള്ള അക്ഷരം ഹ്രസ്വാക്ഷരമായതുകൊണ്ട് അത് ലഘുവായിരിക്കും. ഹ എന്നുള്ളത് ഹ്രസ്വാക്ഷരമായതുകൊണ്ട് അതും ലഘുവായിരിക്കും. തീ എന്ന് പറയുമ്പോൾ അതും ഹ്രസ്വാക്ഷരമായതുകൊണ്ട് അത് ലഘുവായിരിക്കും. അതുപോലെ വി എന്ന് പറയുമ്പോൾ അതും ഹ്രസ്വമാണ്, അതും ലഘുവാണ്. അടുത്ത അക്ഷരവും ധി എന്ന് പറയുമ്പോൾ അതും ഹ്രസ്വാക്ഷരമാണ്, അതും ലഘുവാണ്. പിന്നെയോ ഞാനിതൊന്ന് ഡിവൈഡ് ചെയ്തോട്ടെ. ഓക്കെ, അടുത്തത് ഹു എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, അതും ലഘുവാണ്. അത് കഴിഞ്ഞ് തം എന്ന് പറയുമ്പോൾ അവിടെ അനുസ്വാരം വന്നേക്കുന്നതുകൊണ്ട് അത് ഗുരുവാണ്. യാ എന്നുള്ളതും അത് ദീർഘാക്ഷരമായതുകൊണ്ട് അതും ഗുരുവാണ്. പിന്നെയോ ഹ എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, അത് ലഘുവാണ്. വി എന്ന് പറയുമ്പോൾ ഹ്രസ്വാക്ഷരമാണ്, പക്ഷെ തൊട്ടടുത്ത അക്ഷരം നോക്ക്, ഇർയ കൂട്ടക്ഷരം വന്നതുകൊണ്ട് ഇവിടെ ഗുരു വരും. ഇർയ എന്ന് പറയുമ്പോൾ അവിടെ ഹവിര്യ എന്നല്ലേ, ദീർഘാക്ഷരം വന്നതുകൊണ്ട് അതും ഗുരുവാണ്. പിന്നെയോ ചകാരം അവിടെ ഹ്രസ്വമാണ്, ലഘുവാണ്. ഹോ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരുവാണ്. ത്രീ എന്ന് പറയുമ്പോൾ അതും ദീർഘാക്ഷരമായതുകൊണ്ട് അതും ഗുരുവാണ്, അല്ലെങ്കിലും അത് പാദാന്തത്തിലുള്ളതായതുകൊണ്ട് അത് ഗുരുവായിട്ട് തന്നെ വരും. ഇങ്ങനെയാണ് ഗണങ്ങൾ വരുന്നത് അല്ലേ? ഓക്കെ, നമ്മളിത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നോക്ക്, 3 എന്താണ് വന്നേക്കുന്നത്? ഗുരു ആണ് വന്നേക്കുന്നത്. സർവഗുരു എന്ന് പറയുന്നത് ഏത് ഗണാണ്? മഗണം. ഇവിടെയോ
ഗുരു ലഘു ഗുരു. മധ്യത്തിൽ ലഘു. മധ്യലഘു എന്ന് പറയുന്നത് യാരാത രഗണം. ഇവിടെയോ ഗുരു ലഘു ലഘു. അപ്പോൾ ആദി ഗുരു എന്ന് പറയുന്നത് ഭജസ ഭഗണം. പിന്നെയോ ഇത് ഭായാണ്. ലഘു ലഘു ലഘു. മൂന്നും ലഘു വന്നു. സർവലഘു എന്ന് പറയുന്നത് നഗണം. അത് കഴിഞ്ഞിട്ട് ലഘു ഗുരു ഗുരു. ആദി ലഘു എന്ന് പറയുന്നത് ഏത് ഗണമാണ്? യഗണം. അടുത്ത് നോക്ക്, ലഘു ഗുരു ഗുരു. ഇവിടെ ആദി ലഘു ആണ് വന്നത്, ഇതും യഗണം. അടുത്തതോ ലഘു ഗുരു ഗുരു. ഇതും ആദി ലഘു ആണ്, ഇതും യഗണം. അപ്പം എങ്ങനെയാണ് ഗണങ്ങൾ വന്നേക്കുന്നത്? മഗണ, രഗണ, ഭഗണ, നഗണ, 3 യഗണങ്ങൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രഗ്ധര എന്ന് പറയുന്ന വൃത്താണ്. എത്ര അക്ഷരങ്ങളാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. 21 അക്ഷരങ്ങളോട് കൂടി ഓരോ പാദത്തിലും മഗണ, രഗണ, ഭഗണ, നഗണ, യഗണ, 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 ഇങ്ങനെ 21 അക്ഷരങ്ങളോട് കൂടിയ വൃത്തത്തെ സ്ത്രഗ്ധര എന്ന് പറയുന്നു. പിന്നെ ഇവിടെ യതി വരുന്ന എവിടേക്കാണ്? ഓരോ 7 അക്ഷരങ്ങളിലും എന്നാണ് പറഞ്ഞത്. 3 4 5 6 7. ഇവിടെ ഒരു യതി, പിന്നെയോ 3 4 5 6 7. ഇവിടെ ഒരു യതി, പിന്നെ ലാസ്റ്റ് അവിടെ 2 4 6 7. 7 അക്ഷരങ്ങളും അവിടെയും യതി വരും. ഇങ്ങനെ തന്നെ 4 വരിയിലും വരുന്നത്. ഓക്കെ ആയോ? അപ്പോൾ ഓരോ പാദത്തിലും മഗണ, രഗണ, ഭഗണ, നഗണ 3 യഗണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സ്ത്രഗ്ധര എന്ന് പറയുന്ന വൃത്തമാണ്. ഈ വൃത്തത്തിൽ എത്ര അക്ഷരങ്ങളാണ്? 21 അക്ഷരങ്ങളാണ്. അതുപോലെ തന്നെ യതി വരുന്നത് ഓരോ 7 അക്ഷരങ്ങൾ കഴിയുമ്പോഴാണ്. ഓക്കെ ആയോ? ഓക്കെ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആരും ഇതുവരെ ഡൗട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എന്തെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി 2 വൃത്തങ്ങളൂടെ നമുക്ക് എടുക്കാനുള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ.